നേപ്പാളിൽ ഭൂട്ടാൻ ആർമി ഉപേക്ഷിച്ച വാഹനങ്ങൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് നടന്മാരുടെ വീട്ടിലുൾപ്പെടെ രാജ്യവ്യാപകമായി കസ്റ്റംസ് റെയ്ഡ് നടത്തി. ഓപ്പറേഷൻ നംകൂർ എന്ന പേരിലാണ് റെയ്ഡ് നടത്തിയത്. പൃഥ്വിരാജിന്റെ തേവരയിലുള്ള വീട്ടിലും ദുൽഖർ സൽമാന്റെ പനമ്പിള്ളി നഗറിലുള്ള വീട്ടിലും കസ്റ്റംസ് പരിശോധന നടത്തി. റെയ്ഡിൽ ദുൽഖർ സൽമാന്റെ ഡിഫൻഡർ വാഹനം പിടിച്ചെടുത്തു. കൊച്ചിയിൽ നിന്ന് 2 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. അതിലൊന്ന് ദുൽഖറിന്റേതാണ്. നടന്മാരുടെ വീടുകളിലടക്കം കേരളത്തിൽ 30 ഇടങ്ങളിലാണ് കസ്റ്റംസ് പരിശോധന നടത്തിയത്. സംസ്ഥാനത്ത് തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളിലെ 30 കേന്ദ്രങ്ങളിലാണ് പരിശോധന. പൃഥ്വിരാജിന്റെ വീട്ടിലെത്തിയെങ്കിലും കസ്റ്റംസ് സംഘം അവിടെ വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ മടങ്ങിപ്പോയി. സംസ്ഥാനത്തെ വിവിധ കാർ ഷോറൂമുകളിലും കസ്റ്റംസ് പരിശോധന നടത്തുന്നുണ്ട്. 150 കാറുകളാണ് നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിയത്. അതിൽ 20 എണ്ണം കേരളത്തിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവരുന്ന വാഹനങ്ങൾ പഴയ വാഹനങ്ങൾ എന്ന പേരിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിക്കുന്നു എന്ന കസ്റ്റംസിന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് രാജ്യവ്യാപകമായി പരിശോധന നടത്തുന്നത്. വിദേശത്ത് നിന്ന് ആഡംബര വാഹനങ്ങൾ ഭൂട്ടാനിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ചില ഇളവുകളുണ്ട്. ഈ വാഹനങ്ങൾ ഭൂട്ടാനിൽ വ്യാജമേൽവിലാസമുണ്ടാക്കി അവിടെ രജിസ്റ്റർ ചെയ്യുകയും ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ ആദ്യം ഹിമാചലിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അവിടെ നിന്ന് ഇന്ത്യയിലെ പല ഭാഗത്തായി എത്തിച്ച് നമ്പർ മാറ്റുന്നതാണ് രീതി. ഇത്തരത്തിൽ വാഹനങ്ങൾ എത്തിക്കാൻ ഇന്ത്യയിൽ ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഉപഭോക്താക്കൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തിയത്. ഇവരിൽ പ്രമുഖ സിനിമാ താരങ്ങൾ, വ്യവസായികൾ എന്നിവർ ഉൾപ്പെടുന്നുണ്ട്.